ഹായ് ഒരുൺ ഏവർക്കും ട്രാപ്പ് റൈഡിംഗ് മല്ലുവിൻ്റെ ഒരു ലൈവ് ട്രാപ്പ് റൈഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തീയതി 23 ഫെബ്രുവരി 2024. അപ്പോൾ ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. അത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയതിനു ശേഷം ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ടായി. ഈ വന്ന മൂവിന്റെ 50% ഏരിയയിൽ വന്ന് നമുക്കൊരു എൻഗൾഫിങ്ങോ ഇൻഡിഷൻ ക്യാൻഡിൽ തരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്യാമെന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ അതിന് വലിയ റീസൺ ഓക്കെ. ഇതിനകത്ത് ലാസ്റ്റ് എന്റെ വീഡിയോ ഇതിനെപ്പറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ്ങിനെ പറ്റി നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ആളുകൾക്ക് അതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അത് ആ കൺഫ്യൂഷൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് ട്രേഡ് ഞാൻ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ടൈം ഫ്രെയിം ഞാൻ യൂസ് ചെയ്യുന്നത് 3 മിനിറ്റ് ആണ്. ഓക്കെ, 3 മിനിറ്റ് ടൈം ഫ്രെയിം. അപ്പോൾ ഞാൻ ഇതിനകത്ത് സോൺസ് മാർക്ക് ചെയ്യുന്നത് 1 അവർ, 15 മിനിറ്റ് ആൻഡ് 3 മിനിറ്റ്. ഓക്കെ, 3 മിനിറ്റ് ആൻഡ് 1 മിനിറ്റ് ഈ ടൈം ഫ്രെയിമിലാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി നല്ല ടൈം ഫ്രെയിമിൽ ഞാൻ സോൺസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഏരിയയിൽ ഇവിടെ ഒരു ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് നടന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഞാൻ കണക്ട് ചെയ്തു. അപ്പൊ എങ്ങനെ ഇത് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് നടന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് നടന്ന അതിന് തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ. ഓക്കെ, ഇവിടെ ഇവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് നടന്നതാണ്. അപ്പൊ ഞാൻ മാർക്ക് ചെയ്ത ഏതാണ് ഈ ക്യാൻഡിലിന്റെ ലോയും ഈ ക്യാൻഡിലിന്റെ ഹൈ. ഇപ്പൊ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സോണാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ തിരിച്ച് മാർക്കറ്റ് ചെല്ലുമ്പോൾ ഇവിടുന്ന് റിജക്ഷൻ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് നോക്കുക, ഇവിടെ ഇതൊരു സെല്ലിംഗ് സോണാണ്. അപ്പൊ ഇതിനെ മാർക്ക് ചെയ്തു. അപ്പൊ ഇതിന് ഇങ്ങനെയാണ് സോൺസ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ 1-2 ദിവസങ്ങളാണ് ഇതേപോലെ ഞാൻ വലിയ ടൈം ഫ്രെയിമിലും 1 അവറിലും 15 മിനിറ്റിലും ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അതിനനുസരിച്ചാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം മാർക്കറ്റ് നോക്കുക. അല്ലാതെ ഇപ്പൊ ഈ എൻട്രി നോക്കേണ്ടത് നമുക്ക് മാക്സിമം ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട്സ് അല്ലെങ്കിൽ ചാനൽ ബ്രേക്ക്ഔട്ട് ഇതേപോലുള്ള ബ്രേക്ക്ഔട്ടുകൾ തന്നതിന് ശേഷം മാർക്കറ്റ് എത്രത്തോളം മൂവ് ആവുന്നു. അപ്പൊ ആ ബ്രേക്ക്ഔട്ട് വർക്ക് ആവുമോ വർക്ക് ആകില്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ബ്രേക്ക്ഔട്ടിൽ ചാടി കയറി എൻട്രി എടുക്കുന്നവരൊന്നുമില്ല ട്രാപ്പ് ട്രേഡേഴ്സ്. ട്രാപ്പ് ട്രേഡേഴ്സിന് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെ ഇത് ഈ ഒരു ഫോൾ വന്നതിന്റെ പിന്നിലെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായും. ബിക്കോസ് മാർക്കറ്റ് മൂവ് ആയി, ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, നോക്കി ഇന്നത്തെ ഓക്കെ, ഡേ ഹൈ ബ്രേക്ക് ചെയ്തു, ഒരു ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് നോക്കുക ഇന്നത്തെ. ഓക്കെ, ഓ സോറി, ഓക്കെ, ഇന്നത്തെ ഡേ ഹൈ. ഓക്കെ, ക്ലിയർ. ഇവിടെ ഒരു ഡബ്ല്യു പാറ്റേൺ ഉണ്ടാക്കി മുകളിൽ ടൈം പാസ് ചെയ്ത് ബ്രേക്ക്ഔട്ട് ചെയ്ത് ക്വിക്ക് സെല്ലിംഗ് ആണ് വന്നത്. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള അൺഎക്സ്പെക്ടഡ് സെല്ലിങ്സ് എല്ലാം ട്രാപ്പ് ട്രേഡേഴ്സ് റെഡി ആയിരിക്കും. ഓക്കെ, ഇവിടുന്ന് അതിനുശേഷം മാർക്കറ്റ് ക്വിക്ക് സെല്ലിംഗ് ആണ്. ക്വിക്ക് സെല്ലിംഗ് വന്ന ഉടനെ ഒക്കെ നോക്കുക, വന്ന ഉടനെ ഇത് പ്രീവിയസ് ഡേ ക്ലോസ്. ഓക്കെ, പ്രീവിയസ് ഡേ ക്ലോസ്. ഓക്കെ, പ്രീവിയസ് ഡേ ക്ലോസിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്തു. അതിനെ അതിന് ബ്രേക്ക് ചെയ്തതും തൊട്ടടുത്ത ക്യാൻഡിൽ. ഓക്കെ, തൊട്ടടുത്ത ക്യാൻഡിൽ എൻഗൾഫ് ആണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനർത്ഥം സംതിങ് വേറെ ഇവിടെ ബയേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ബയേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ തൊട്ട ഉടനെ തന്നെ അതിന്റെ ക്യാൻഡിൽ ചാടി കയറുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഒന്ന് ഇത്രയും നല്ല സ്ട്രോങ് മൂവ് വന്നതാണ്. ഒരു സ്ട്രോങ് മൂവ് വന്നതാണ്. സോ മാർക്കറ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് മൂവ് തന്നതിന് ശേഷം ഇങ്ങനെ മൂവ് ആകാനായിരിക്കും സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സിംഗിൾ ബൈ ചെയ്തേക്കും. ഓക്കെ, നമുക്ക് നോക്കാം പൊസിഷൻസ്. ഓക്കെ, പൊസിഷൻ ആയിട്ടുണ്ട്. ഓക്കെ, പൊസിഷൻ ആയിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ, നമുക്കൊന്ന് അതിന്റെ സ്റ്റോപ്പ് ലോസസ് കൂടി നോക്കാം. സ്റ്റോപ്പ് ലോസസ് നോക്കാനായിട്ട് ചാർട്ടോടെ. ഓക്കെ, 3 മിനിറ്റില് സ്റ്റോപ്പ് ലോസസ് ഒരു അല്പം വൈഡ് ആണ്. അപ്പൊ നോക്കേണ്ടത് നമ്മുടെ ചാർട്ടിൽ പോവുക. ഓക്കെ, ഈ ഒരു ഏരിയയിൽ. ഓക്കെ, അതെങ്ങനെയാണ് വന്നതെന്ന് ഫിബ് കൂടി ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഫിബ്. ഓക്കെ, ഫിബ്. ഓക്കെ, മാർക്കറ്റ് ലാസ്റ്റ് ഈ മൂവ് ആണ് വന്നത്. ഈ ലോ ടു ഈ ടൈം മാർക്ക് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഈ ഒരു ഏരിയ. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒരു അല്പം വൈഡ് ആവും. ഓക്കെ, എങ്ങനെയാണ് എൻട്രി എടുത്തത്? മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തു. ഇവിടെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് ഉണ്ടായത്. അപ്പൊ സോ ഈ ക്യാൻഡലിന്റെ ഈ ലോ. ഓക്കെ, ഈ ലോ ടു ഈ ഹൈ മാർക്കറ്റ് ഇവിടെ വരെ മൂവ് ആയത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് ഈ ഈ ഒരു മൂവിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ മാർക്ക് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ബൈ അല്ലെങ്കിൽ സെല്ലിംഗ് എന്താ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പൊ 50% ഇതാണ്. ഓക്കെ, അപ്പൊ ആദ്യമേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് വന്ന എവിടെയാണ്? ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് വന്ന ഒരു ഏരിയ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് വന്ന ഏരിയ. ഇതിനെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. ഓക്കെ, മാർക്കറ്റ്
ഈ ഏരിയ വന്ന് നേരത്തെ റെസ്പെക്ട് ചെയ്താണ്, അതിനുശേഷം ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മൂവ് ആയതാണ്. ഓക്കെ, ഇവിടെ തിരിച്ച് ആ ഏരിയയിൽ എത്തിയതും, ഓക്കെ, ഈ ഈ ഒരു ഏരിയയിൽ എത്തിയതും എൻഗൾഫിംഗ് ആണ് തന്നത്. അപ്പൊ സോ മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് തന്നതിന് ശേഷം ഒന്ന് പിന്നെയും ഒന്ന് മൂവ് ആകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നല്ല സ്ട്രോങ് ആയിട്ട് വന്നൊരു മൂവ് ആണ്. ഇത്രയും സ്ട്രോങ് ആയിട്ട് വന്നപ്പോൾ അത്രയും തന്നെ സ്ട്രോങ് ആയിട്ട് തിരിച്ച് പിന്നെ മൂവിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ റെയർലി ആയിട്ട് സംഭവിക്കുന്നതാണ്. ഇത്രയും നല്ല സ്ട്രോങ് മൂവ് വന്ന് ഉടനെ ഉടനെ തന്നെ അടുത്ത ക്യാൻഡിലോട് കൂടി ഇങ്ങനെ ഇത്രയും മൂവ് ഇല്ല, പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ എന്താ ചെയ്യുക, മാർക്കറ്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് കുറച്ച് ഇങ്ങനെ ടൈം പാസ് ചെയ്തതിന് ശേഷം പിന്നെയും സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് മൂവ് ആകാനാണ് സാധ്യത. സോ അതുകൊണ്ടാണ് ഞാൻ ഒരല്പം വൈഡ് ആയിട്ട് സ്റ്റോപ്പ് ലോസസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ലോസസ് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ഇതിന്റെ ലോയ്ക്ക് താഴെ, ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം ചാർട്ടില്. ഓക്കെ, വരുന്നത് 431. ഓക്കെ, ഒരു ഇത് ഇട്ടിട്ട് റെസ്പെക്ട് 425. നമുക്ക് 425 നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇടാം. ഓക്കെ, എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് 425 പ്രൈസ് ആൻഡ് ട്രിഗർ 425.1. 425.1. ഇതൊരു ജസ്റ്റ് ഞാനൊരു ട്രെയിനിങ് പർപ്പസ് എന്ന രീതിയിൽ മാത്രമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഏതൊരു സെറ്റപ്പ് ആയാലും ആ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താ പറയാ, ആ സെറ്റപ്പ് വരികയാണെങ്കിൽ ഒരല്പം കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റാണ് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ആകാം. ഓക്കെ, അതിനുശേഷം പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക, വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഹിറ്റ് ആകാം, ഹിറ്റ് ആകാതിരിക്കാം. എന്താ പറയുക, ടാർഗറ്റ് ഹിറ്റ് ആകാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകാം. അപ്പം അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് സ്റ്റാക്ക് മാർക്കറ്റിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക, നമുക്കൊന്നും നമ്മളെ കൊണ്ട് റീറ്റെയിലേഴ്സിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നമ്മുടെ സെറ്റപ്പിനെ എന്താ പറയുക, വിശ്വസിക്കുക, അതിനെ ഫോളോ ചെയ്യുക, സ്റ്റോപ്പ് ലോസസിനെ റെസ്പെക്ട് ചെയ്യുക, ടാർഗറ്റിനെ റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 128, അതായത് 130 പോയിന്റിന്റെ 130 പോയിന്റിന്റെ സ്പോട്ട് എന്താ പറയാ, ഫ്യൂച്ചർ ചാർട്ടിൽ മൂവ് ഉണ്ട്, താഴത്തോട്ട് സ്റ്റോപ്പ് ലോസസ് ഉണ്ട്. ഓക്കെ, അത്രയും തന്നെ ടാർഗറ്റ് നമ്മൾ 1:3. ഓക്കെ, ജസ്റ്റ് ഈ ഒരു റേഞ്ച് വരെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ എന്താ പറയാ, പി ഡൈനാമിക് സോൺ നോക്കാം. പി ഡൈനാമിക് സോണിന്റെ കറക്റ്റ് എക്സാക്ട് നിങ്ങൾ ആരും ഡൈനാമിക് സോണിനെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനെ പറ്റി ഒരു വീഡിയോ ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നെ. ഒരു ഡൈനാമിക്സ് ലാസ്റ്റ് ഡേയിൽ ഈ ഡൈനാമിക് സോണിൽ മാർക്കറ്റ് എത്തിയില്ലായിരുന്നു, ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടില്ല. അപ്പൊ ഈ ഡൈനാമിക് സോണിനെ പറ്റി ക്ലിയർലി നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡൈനാമിക് സോൺ ഉണ്ടോ, ഈ സോണിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ സെൽ ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ അവരവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചത്, ഇൻസൈഡ്, അതിന് ഇൻസൈഡിൽ തന്നെ നോക്കാം, ഈ ഒരു വിത്തിനകത്ത് തന്നെ മാർക്കറ്റ് പിന്നെ അടുത്ത ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ അവിടുന്ന് ഹ്യൂജ് ആയിട്ടൊരു സെല്ലിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് താഴത്തോട്ട് സെല്ല് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പൊസിഷൻ എടുത്തിട്ടുള്ളവരാണ് മുകളിലോട്ടെങ്കിൽ ഈ ഡൈനാമിക്സ് സോണിൽ ഒരു റിജക്ഷൻ, ഒരു എൻഗൾഫിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ എക്സിറ്റ് ആകുക. ഓക്കെ, ബിക്കോസ് ഓപ്ഷൻ ബൈയിങ് ആണ്. ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ പ്രീമിയം ഇത് കരഞ്ഞുകൊണ്ട് മുകളിൽ ചെന്നാലും ഇതേപോലെ ഒരു സ്ട്രോങ് മൂവിൽ നിങ്ങളുടെ എല്ലാ പ്രീമിയത്തിനെ ഔട്ട് ആക്കിക്കളെ. അപ്പൊ എന്താ പറയുക, ഔട്ട് മീൻസ് വളരെ ഡീക്കേ ആക്കിക്കളെ. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ഇതൊരു ലാഗിങ് ഇൻഡിക്കേറ്റർ ആയിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇത് ഒരിക്കലും ഇത്രയും മുകളിൽ പോയി ഇത്രയും താഴ്ത്തു വിടത്തില്ല. ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതിനനുസരിച്ച് നമുക്ക് എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇൻഡിക്കേറ്ററിനെ പറ്റി കാണാത്തവരാണെങ്കിൽ ഈ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കാം ഇനി എന്താ സംഭവിക്കുന്നതെന്ന്. ജസ്റ്റ് ഒന്ന് സിംഗിൾ പൊസിഷൻ തന്നെ നോക്കാം. ഓക്കെ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. അത്രയും നമ്മൾ എൻട്രി എടുത്ത് 464. എത്ര പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, നിയർലി 465, 425, 40 പോയിന്റിന്റെ 40 പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് നോക്കാം. 40 പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ്. അപ്പൊ 40 നമുക്ക് നഷ്ടം വന്നാൽ എത്ര ഉണ്ടാവും, നിയർലി 600-700 റുപ്പീസിന്റെ സിംഗിൾ ലോട്ട്. ഓക്കെ, സിംഗിൾ ലോട്ടിൽ നഷ്ടം ഉണ്ടാവും. അപ്പോൾ റിസ്കിന് മാനേജ് ചെയ്യുക. ഓക്കെ, എത്രയാണ് ക്യാപിറ്റൽ അനുസരിച്ച് എല്ലാവരും ചെയ്യുക. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായ കാണും. ഇതിന്റെയാണ് ഡൈനാമിക് സോണിന്, ഡൈനാമിക് സോണിന്റെ. ഓക്കെ, അപ്പൊ അത് ആ വീഡിയോ കാണുക. ഇനി നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത്. ഓക്കെ, നോക്കുക നിങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ സെറ്റപ്പിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈങ് സെല്ലിങ്ങിന്റെ പവർ. ഓക്കെ, ഓൾറെഡി
കണ്ടോ നിയർലി 100 120 130 പോയിന്റോളം മൂവ് തന്നു കഴിഞ്ഞു. ഓക്കെ, 100 120 പോയിന്റിന്റെ മൂവ് നമുക്ക് ഓൾറെഡി തന്നു. നിയർലി 60 ഓക്കെ 60 70 പ്ലസ് 80 70 80 പോയിന്റിന്റെ മൂവ് ഓൾറെഡി പ്രീമിയത്തിലും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ഞാൻ എന്തൊക്കെയാലും ഇനി ഇത് എന്താ പറയാ ഫുൾ സ്റ്റോപ്പ് ലോസ് വരെ ഇനി വെയിറ്റ് ചെയ്യല, ഞാൻ കുറച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോകും. നമുക്ക് അതിന് ജസ്റ്റ് എൻട്രി 464. ഓക്കെ, മൂവ് ആവുന്നുണ്ട് ഇനഫ് 80. നമ്മൾ എത്രയാണോ 40 40 1:2. ഓക്കെ, 120ന്റെ ആണ് ടാർഗറ്റ്, അതായത് 565 580 ഓക്കെ. ഞാനിത് നോക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടോ, നല്ല സ്പൈക്ക് തരുന്നുണ്ട്. അപ്പൊ ഇതിന് ടൈം പാസ് ചെയ്താൽ താഴത്ത് വരാം. സോ ജസ്റ്റ് ഞാനിതൊന്ന് ട്രെയിൽ ചെയ്യണം എൻട്രിയിലോട്ട്. ഓക്കെ, എൻട്രിയിലോട്ട് ഒന്ന് ട്രെയിൽ ചെയ്യാം. സ്റ്റോപ്പ് ലോസസ് ഉണ്ട്. ഇനി എന്തൊക്കെ നമുക്ക് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഓ, ജസ്റ്റ് മോഡിഫൈ ചെയ്യാം. 468 470 ഇരിക്കട്ടെ. 470 മോഡിഫൈ ചെയ്തു. എന്തായാലും അതതിന്റെ പാട്ടർ അങ്ങ് പോട്ടെ. ഓക്കെ, പവർ ഇത് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയെടുക്കുക എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈങ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടവർക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കി, ഇത് മനസ്സിലാകാത്തവർക്ക് ഇട്ടിട്ടാണ് ഈ ലൈവ് വീഡിയോ. ജസ്റ്റ് നോക്കാം, നമ്മുടെ ടാർഗറ്റ് ഇട്ടാണ് 580 ഒക്കെയാണ് നമുക്ക്. ഓക്കെ, നിയർലി നമ്മുടെ ഓക്കെ ഇത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓർഡേഴ്സ് ഓർഡർ പൊസിഷനിൽ ചെന്ന് ഓർഡർ അങ്ങോട്ട് മാർക്കറ്റിൽ അങ്ങോട്ട് എക്സിറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇനഫ് ആണ്. ഓക്കെ, ഇനഫ് ആണ്. നമുക്ക് 46 എക്സിറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണല്ലോ, ഞാൻ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ ഞാനിത് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത്. ഓക്കെ, മൂവാതിരിക്കണം. ഇനഫ് ഇത്ര വെയിറ്റ് ചെയ്യാം. ബട്ട് അതിനകത്ത് തന്നെ പ്രീമിയം ശരിക്കും ചിലപ്പോ ഒന്ന് താഴ്ത്ത് വരാം. ഈ ഒരു രണ്ട് മൂവ് ഉണ്ട്, ഈ രണ്ട് ഇത്രയും വലിയൊരു ക്യാൻഡലിനകത്ത് തന്നെ നല്ല രീതിയിൽ പ്രീമിയം മൂവ് ആയി. ഓക്കെ, പിന്നെ ഞാൻ ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് എത്ര 1:2.9, അത് 1:3 അടുത്തല്ലേ, ഏറ്റവും അടുത്തൊരു 1:3 അടുത്ത് 2.5 ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഇനഫ്. ബിക്കോസ് ഈ രണ്ട് ക്യാൻഡലിനകത്ത് തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രീമിയം വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തു വന്നാലും പ്രീമിയം പെട്ടെന്ന് ഡീക്കേ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ആ സ്പൈക്ക് കിട്ടിയോ അവിടെ എക്സിറ്റ് ആകുക. അത് 1:3 വരെ ആകാൻ തന്നെ ഇരിക്കണമെന്ന് കാത്തിരിക്കേണ്ട. ബിക്കോസ് അതിനുശേഷം മാർക്കറ്റ് ചെറുതായിട്ടും താഴ്ത്തു വന്ന പ്രീമിയം ഡീക്കേ ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ സെറ്റപ്പിനെ കുറിച്ച് ഇനിയും മനസ്സിലാകാത്തവരാണെങ്കിൽ ഓക്കെ, ഇനിയും മനസ്സിലാകാത്തവരാണെങ്കിൽ ടെലിഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് ഇത്രയും നല്ലൊരു കണ്ടന്റ് ഞാൻ ഫ്രീ ആയിട്ട് തരികയാണ്. അപ്പൊ ഫ്രീ ആയിട്ട് തരുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത്ര വലിയ ടെക്കി ആയിട്ടൊന്നുള്ള ഞാൻ ചെയ്യുന്ന ഒരു ഫാഷനബിൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല ചെയ്യുന്നത്. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. സപ്പോർട്ട് ചെയ്യുക. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനായിട്ട് അറിയില്ല. ഓക്കെ, ഉള്ളതുപോലെ പറയുന്നതുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, എനിവേ അടുത്ത വീഡിയോ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.